ആൻഡ് വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അഭിമിസാണ് മക്കളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ പുതിയതായിട്ട് ഒരു ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്കൂളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ അറിയാത്ത ഒരാൾക്കൂട്ടത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ തന്നെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യണം അല്ലെ, നമ്മളെ തന്നെ പരിചയപ്പെടുത്തണം. അപ്പോൾ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതുക, അതിന്റെ ഫോർമാറ്റ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. മിസ്സിന്റെ പേര് അഭിരാമി എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. യു ആർ ന്യൂ ടു യുവർ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിൽ പുതിയതായിട്ട് എത്തുകയാണ്. അങ്ങനെയെങ്കിൽ ഹൗ വിൽ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ടു ദ ക്ലാസ്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ക്ലാസ്സിലുള്ളവരെ നിങ്ങൾ ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നത്? ആദ്യം തന്നെ നമ്മൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സംസാരിക്കുന്നതിന് മുമ്പ് നമ്മുടെ മുമ്പിലുള്ളവരെ ഒന്ന് ഗ്രീറ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങാം. അല്ലെന്നുണ്ടെങ്കിൽ ഏതാണോ സമയം അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? അവരെ ഗ്രീറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക? വാം ഗുഡ് മോർണിംഗ് ടു വൺ ആൻഡ് ഓൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം എന്റെ പേരെന്താണെന്ന് പറയാം. ആയാം ഇന്ന ആള് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ? നിങ്ങളുടെ പേര് അഭിരാമി അല്ലാന്നുണ്ടെങ്കിൽ അരവിന്ദ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നിങ്ങളുടെ പേര് നിങ്ങൾ പറയുക. അതിനുശേഷം നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അഭിരാമി ഫ്രം ആലപ്പുഴ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇനി നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത്, സ്റ്റഡിയിങ് ഇൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ക്ലാസ് പറയാം. അതിനുശേഷം എന്താ, നമ്മളെ പരിചയപ്പെടുത്തി. ഇനി നമ്മുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറയണം അല്ലെ. നിങ്ങളുടെ അച്ഛൻ്റെ പേര് പറയുക, അച്ഛൻ എന്താണ് ചെയ്യുന്നതെന്ന് പറയുക. അമ്മയുടെ പേര് പറയുക, അമ്മ എന്താണ് ചെയ്യുന്നതെന്ന് പറയാം. എങ്ങനെയാ നമുക്കിതാ, മൈ ഫാദർ ഈസ് മിസ്റ്റർ ശ്രീറാം. അച്ഛൻ്റെ ജോലി എന്താണോ അത് നമുക്ക് എഴുതാം. ഹീസ് എ ഡോക്ടർ അല്ലെങ്കിൽ ഹീസ് എ ലോയർ, ഹീസ് എ ബിസിനസ് മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അച്ഛൻ്റെ ജോലി എഴുതാം. സോ ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താ, അമ്മമാരാണല്ലേ. അപ്പൊ മൈ മദർ ഈസ് മിസ്സസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അമ്മയുടെ പേര് എഴുതാം. സോ അമ്മയ്ക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ ജോലി നമുക്ക് എഴുതാം. ഇനി അമ്മ ഹോം മേക്കർ ആണെന്നുണ്ടെങ്കിൽ, ഹൗസ് വൈഫ് ആണെന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ടീമാണ് ഹോം മേക്കർ എന്ന് പറയുന്നത്. സോ ഷീ ഈസ് എ ഹോം മേക്കർ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് സിസ്റ്റേഴ്സോ അല്ലെങ്കിൽ സിബ്ലിങ്സോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രദറോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യാം. ഐ ഹാവ് എ സിസ്റ്റർ, ഹർ നെയിം ഈസ് ഷീബ. ഓക്കെ, നമ്മുടെ സിസ്റ്ററോ അല്ലാന്നുണ്ടെങ്കിൽ ബ്രദറോ ആരാണോ അവരുടെ പേരെന്താണ്, അവരെന്തെങ്കിലും പഠിക്കുകയാണെങ്കിൽ അത് നമുക്ക് മെൻഷൻ ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ഹോബീസ്, നമ്മളെ പറ്റിയിട്ട് പറയണ്ടേ. നമ്മുടെ ഹോബീസ് എന്തൊക്കെയാണ്? ഡാൻസിങ് ആണോ, സിംഗിങ് ആണോ? നമുക്ക് ഒത്തിരി ഹോബീസ് ഉണ്ടാവും അല്ലെ. നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രൈബ് ചെയ്യാം. ഐ വുഡ് ഓൾസോ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഓക്കെ, ഇനി നമ്മുടെ അംബീഷൻ, വലുതാകുമ്പോൾ നമുക്ക് ആരാവാനാണ് ആഗ്രഹം, നമ്മുടെ അംബീഷൻ എന്താണ് എന്നുള്ള കാര്യം പറയണ്ടേ. സോ മൈ അംബീഷൻ എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക? മിസ് ഇവിടെ ടീച്ചർ എന്നാണ് വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ അംബീഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ പറയാൻ പറഞ്ഞാൽ. മിസ്സിന്റെ കുട്ടികൾ ഇനി തെറ്റിക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.